നമസ്കാരം. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ച ഇന്ന് ഇസ്ലാമാബാദിൽ നടക്കുകയാണ്. ഈ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായില്ലെങ്കിൽ വീണ്ടും യുദ്ധം തുടരും എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചനയും. പക്ഷേ ഈ ചർച്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അമേരിക്ക ഇറാനും തമ്മിൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നേരിട്ട് നടത്തുന്ന ആദ്യ ചർച്ചയാണ് ഇത്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിൽ മുഖാമുഖം ഇരുന്ന് ചർച്ച നടത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഏറെ വഷളായി മാറിയിരുന്നു. ഇറാന് അമേരിക്ക നിരവധി കാര്യങ്ങളിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ, അതിനേക്കാൾ ഭീതിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാനുമായുള്ള ചർച്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ്. JD വാൻസ് ആകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട അങ്ങനെ പരസ്യ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള വ്യക്തിയുമല്ല. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ നിരന്തരം പ്രകോപനകരമായ നിരവധി പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിൽ പോലും JD വാൻസിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു. JD വാൻസിനോടൊപ്പം സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള കുഷ്ണർ ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് എന്തുകൊണ്ടാണ് വൈസ് പ്രസിഡന്റിനെ ഈ ചർച്ചയ്ക്കായി പറഞ്ഞയച്ചത് എന്നുള്ളൊരു വിമർശനം ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾക്ക് വിദേശകാര്യ സെക്രട്ടറിയെ ഒഴിവാക്കി എന്തിനാണ് വൈസ് പ്രസിഡന്റ് നിയോഗിച്ചത് എന്നും ഇതൊരു ആവശ്യമില്ലാത്ത നടപടിയായിരുന്നു എന്നുമാണ് അമേരിക്കയിൽ പലരും ഇപ്പോൾ ഈ ഒരു തീരുമാനത്തെ വിമർശിക്കുന്നത്. അതേസമയം JD വാൻസിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായൊരു കാര്യമാണ്. കാരണം അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് JD വാൻസ് തന്നെ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത്. ഇന്നത്തെ ചർച്ച ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഏറെ ഗുണകരമായി മാറും അടുത്ത തിരഞ്ഞെടുപ്പിന് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം നേരെ തിരിച്ച് ഇന്നത്തെ ചർച്ചയിൽ ഒരു തീരുമാനമാകാതെ അടിച്ചു പിരിയുകയും വീണ്ടും അമേരിക്ക ഇറാന് നേർക്ക് ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിഗതി വന്നുപെട്ടാൽ JD വാൻസിൻ്റെ ഒരു നയതന്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു ഭരണകാര്യ വിദഗ്ധൻ എന്നുള്ള നിലയിലുള്ള വലിയൊരു പരാജയത്തെ ആയിരിക്കും അത് സൂചിപ്പിക്കുക എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ JD വാൻസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും ഈ ചർച്ച വിജയിപ്പിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നേരത്തെ ഇറാൻ മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകളൊക്കെ തന്നെ അമേരിക്ക തള്ളിക്കളയുകയും പകരം അവർ മുന്നോട്ട് വെച്ച ഏതാണ്ട് 15ഓളം വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ട്രംപിനുള്ളത്. ഇതെല്ലാം ഇറാൻ അംഗീകരിക്കുമോ എന്നുള്ള കാര്യം ഇനിയും ഉറപ്പില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് കരകയറുക, തടി തപ്പുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കുറേ കാര്യങ്ങളെങ്കിലും അംഗീകരിച്ചു കൊടുക്കുകയും അത്തരത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച കുറേ കാര്യങ്ങൾ ഇറാൻ അംഗീകരിക്കുകയും ചെയ്താൽ ഈ യുദ്ധത്തിൽ നിന്ന് നമുക്കൊരു സമാധാനം ഉണ്ടാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ നിലപാട് ഈ ചർച്ചയിൽ വലിയൊരു തടസ്സമാകുമോ എന്ന സംശയമുണ്ട്. ഇസ്രായേൽ ഇപ്പോഴും ലെബനന് നേർക്ക് നിരന്തരമായി ആക്രമണം നടത്തുകയാണ്. ലെബനൻ എന്ന രാജ്യം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇറാൻ്റെ എല്ലാവിധ സഹായം ലഭിക്കുന്ന തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയെ തുടരുത് എന്ന് ഒരുപക്ഷെ ഒരു ഡിമാൻഡ് ഇറാൻ മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കാൻ ഇസ്രായേലിന് ബുദ്ധിമുട്ടാകും. കാരണം ഇപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ അവർ ഏതാണ്ട് ഒതുക്കിയിട്ടുണ്ട്. ഇവരും ഇറാൻ്റെ സഹായം പറ്റിയിരുന്നവരാണ്. ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഹിസ്ബുള്ളയെ കൂടി തകർക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഒന്നാം നിര നേതാക്കളെയൊക്കെ തന്നെ വളരെ നാളുകൾക്ക് മുമ്പേ ഇസ്രായേൽ വധിച്ചിരുന്നു. ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള എല്ലാവരെയും വധിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴും അവർക്ക് അവിടെ ശക്തമായ സാന്നിധ്യമുണ്ട്. ലെബനനിലെ ഭരണത്തിൽ പോലും പങ്കാളിത്തമുള്ള തീവ്രവാദ പ്രസ്ഥാനമാണ് ഹിസ്ബുള്ള. ഹമാസിനേക്കാൾ ഒരുപാട് സംവിധാനങ്ങളുള്ള തീവ്രവാദ സംഘടനയാണ് അവർ. ഇവരെ വെറുതെ വിട്ടാൽ അതല്ലെങ്കിൽ അവരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറും. കാരണം ഹിസ്ബുള്ള വീണ്ടും പൂർവാധികം ശക്തിയായി തങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തും എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാടുകൾ അമേരിക്ക എങ്ങനെയായിരിക്കും ചർച്ചകളിലേക്ക് പ്രകടിപ്പിക്കുക എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ വിട്ടു നൽകണം എന്നുള്ളൊരു ഡിമാൻഡ് അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ അതൊക്കെ അവർ അംഗീകരിക്കുമോ എന്ന് സംശയമാണ്. എന്നാൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് വെച്ചാണ് ഇറാൻ വിലപേശുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിൽ പോലും ഈ ചർച്ചകൾ വിജയകരമായി എത്തണമെന്ന് തന്നെയാണ് ലോകം, അത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ആകാംക്ഷയോടെ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതിനൊരു തീരുമാനമുണ്ടായി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ തന്നെ ഗുരുതരമായി ബാധിക്കും. ഇസ്ലാമാബാദിൽ ഈ ഉച്ചകോടിയെ ബന്ധപ്പെട്ട് അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അവിടുത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും വളരെ യുദ്ധസമാനമായൊരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ഇറാനിൽ നിന്നെത്തുന്ന ഔദ്യോഗിക സംഘത്തിന് അകമ്പടിക്കായി F-15 ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ പോലും പാകിസ്ഥാൻ സജ്ജീകരിച്ചിരുന്നു. ഇസ്ലാമാബാദാണ് വേദിയാകുന്നത് എങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി ചൈനയുടേതാണ് എന്നാണ് പറയപ്പെടുന്നത്. ചൈന തന്നെയാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുകയും ഇസ്ലാമാബാദ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ അടുത്ത് എത്തിച്ചതൊക്കെ തന്നെ ചൈനയാണ് എന്നും അങ്ങനെ കൃത്യമായി ഒരു ധാരണയിൽ അവർക്ക് എത്താൻ കഴിഞ്ഞുവെന്നും അങ്ങനെ ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനെ തന്നെ അയക്കാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതുപോലും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ ഒരു ഉന്നതൻ തന്നെ അതിന് വേണം എന്നുള്ള ആ ഒരു ആവശ്യം മുൻനിർത്തിയാണ് എന്നുമാണ് കരുതപ്പെടുന്നത്.